പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടെ മശിഹാ തമ്പുരാൻ്റെ പാദപീഠേ ചേർന്ന് വന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് ഒഴുകി വരുന്ന ലാവണ്യവചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന ദൈവത്തിന് നന്ദി പറയാം. ആരാണ് ഭാഗ്യവാനെന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കേൾക്കുകയാണല്ലോ ഈ ദിനങ്ങളിൽ നാം. കേട്ടുകൊണ്ടിരുന്ന ചിന്തകളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ കിടക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. വീണ്ടും ആരാണ് ഭാഗ്യവാനെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വളരെ ആഴമായ ഉത്തരങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ആരാണ് ഭാഗ്യവാനെന്ന ചോദ്യത്തിൻ്റെ മറ്റൊരു ഉത്തരം, ദൈവത്താൽ ശാസിക്കപ്പെടുകയും ദൈവത്താൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ളതാണ്. സാമാന്യ നിലയിൽ ചിന്തിച്ചാൽ ലോകത്ത് ആരും ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങളാണത്: ശാസിക്കപ്പെടുക, ശിക്ഷിക്കപ്പെടുക. ഒരു കുഞ്ഞ് തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അവനെ ശാസിക്കുകയോ കഠിനമായി തെറ്റ് ചെയ്യുമ്പോൾ അവനെ ശിക്ഷിക്കുകയോ ചെയ്താൽ ആ കുഞ്ഞ് അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. മാതാപിതാക്കളോട് സ്വാഭാവികമായിട്ടും ആ കുഞ്ഞിന് തോന്നുന്നത് വിരോധമാണ്. എന്നാൽ ശാസിക്കുന്ന മാതാപിതാക്കൾക്കും ശിക്ഷിക്കുന്ന മാതാപിതാക്കൾക്കും മക്കളോട് തോന്നുന്നത് സ്നേഹമാണ്. ഏതെങ്കിലും ഒരു പിതാവോ മാതാവോ തൻ്റെ മകനെയോ മകളെയോ ശാസിച്ചുവെങ്കിൽ അത് അവരോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ശിക്ഷിച്ചുവെങ്കിൽ അതും സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. തൻ്റെ കുഞ്ഞ് വഴിതെറ്റിപ്പോകുമോ, തൻ്റെ കുഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനോ മോശക്കാരിയോ ആകുമോ, അവരുടെ ജീവിതത്തിൽ തെറ്റായ ചില പ്രവണതകൾ വളർന്നു വന്നിട്ട് അവർ നാളെ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന വ്യക്തികളായി തീരുമോ, അവർ വിശുദ്ധിയുടെ മാർഗം വിട്ട് സഞ്ചരിച്ച് അശുദ്ധിയിലും പാപത്തിലും പെട്ടുപോകുമോ എന്നിങ്ങനെയുള്ള ആശങ്കയിൽ നിന്നാണ് മാതാപിതാക്കൾ മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതൊരപ്പനും അമ്മയും തൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിലധികം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ മക്കളെന്ന പദവിയിൽ നിർത്തി സ്നേഹിക്കുന്നുണ്ട്. ഈ ലോകത്ത് ഒരപ്പനും അമ്മയും തൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിലധികം ലോകത്തുള്ള ഏതു മനുഷ്യനെയും സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവം. ദൈവം സ്നേഹിക്കുന്നത് നീതിമാന്മാരെ മാത്രമല്ല, വിശുദ്ധരെ മാത്രമല്ല, പാപികളെയും അവൻ സ്നേഹിക്കുന്നു. താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾ തിന്മ പ്രവർത്തിക്കുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മൗനമായിരിക്കാൻ ദൈവത്തിൻ്റെ സ്നേഹം അനുവദിക്കുന്നില്ല. ചിലപ്പോൾ ചില ആളുകളെ ദൈവം കഠിനമായി ശാസിക്കും, ചിലപ്പോൾ ചില ആളുകളെ ദൈവം അതികഠിനമായി ശിക്ഷിക്കും. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ദൈവത്തിൻ്റെ വികാരം അവരുടെ മാനസാന്തരവും മടങ്ങിവരവുമാണ്. അവരെ നഷ്ടപ്പെട്ടു പോകാതെ തന്നോട് ചേർത്ത് നിർത്താൻ, തൻ്റെ മഹത്വത്തിൽ അവരെ പങ്കാളികളാക്കുവാൻ ദൈവമായ കർത്താവ് സ്നേഹത്തിൻ്റെ പ്രകടനം നടത്തുന്നതാണ് ഈ ശാസനയും ശിക്ഷയുമെന്ന് നാം തിരിച്ചറിയണം. അപ്രകാരം ശാസിക്കപ്പെടാനും ശിക്ഷിക്കപ്പെടാനും അവസരം ലഭിച്ചവരൊക്കെ ഭാഗ്യമുള്ളവരാണ്. സ്നേഹമുള്ള അപ്പൻ സ്നേഹിക്കുന്ന മക്കളാണവരെന്ന് അടയാളപ്പെടുത്തപ്പെടുകയാണപ്പോൾ. ദൈവത്തിൻ്റെ ശാസനയും ദൈവത്തിൻ്റെ ശിക്ഷയുമൊക്കെ സഹിക്കാൻ വയ്യാതെ അതിനെ ചോദ്യം ചെയ്യുകയും ഒരളവിൽ ദൈവത്തെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ പലപ്പോഴും ബോധ്യപ്പെടാതെ പോകുന്ന ഒരു പരമയാഥാർത്ഥ്യമാണ് ഈ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരുപാട് പേർ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ്: ദൈവം എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അല്ലെങ്കിൽ ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? വ്യക്തമായിട്ടും അതിനൊരു ഉത്തരമുണ്ട്, ഒരു ഉത്തരമേ ഉള്ളൂ: ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞെ. സത്യമായിട്ടും ഇത് ദൈവസ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. ഇത് തിരിച്ചറിയാനുള്ള വിവേകമാണ് ദൈവമക്കൾക്ക് വേണ്ടത്. ഭാഗ്യവാനായ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു വെച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലെ 17-ാമത്തെ തിരുവചനം: ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തൻ്റെ ശിക്ഷ നിരസിക്കരുത്. ഒരുപാട് ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് വേദനിച്ച ഒരു മനുഷ്യനാണ് പറയുന്നത്. ഒരുപാട് സഹന പരമ്പരകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത് പറയുന്നത്. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന്.
ലോകപ്രകാരം ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും തയ്യാറല്ല ഇങ്ങനൊരു വിഷയം. പിന്നെ എങ്ങനെയാണത് അംഗീകരിക്കാൻ തയ്യാറാവുക? ദൈവം എന്നെ ശാസിച്ചാൽ ഞാൻ ഭാഗ്യവാനല്ലെന്നല്ലേ സാധാരണ നിലയിൽ ആളുകൾ പറയാനും പഠിപ്പിക്കാനുമൊക്കെ ശ്രമിക്കാറ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടിയാൽ, ദൈവത്തിൻ്റെ ശാസന കിട്ടിയാൽ ആ മനുഷ്യൻ വലിയ ഭാഗ്യവാനാണെന്ന് ഈ നീതിമാനായ ഇയ്യോബ് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. 94-ാമത്തെ സങ്കീർത്തനത്തിലെ 13-ാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി: നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. അവിടെ സങ്കീർത്തകനും സമ്മതിച്ച് ഏറ്റുപറയുകയാണ്, കർത്താവേ, നീ ശിക്ഷിക്കുകയും നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷ ലഭിക്കുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. അതങ്ങനെ തന്നെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും നമുക്ക് കഴിയണം. ഇത് അംഗീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹപ്രകടനമാണെന്ന് നമുക്ക് മനസ്സിലാകും. തനിക്ക് തോന്നിയ വഴിയിൽ നടക്കുന്ന ഒരു കുഞ്ഞിനെ തെല്ല് ബലാത്കാരേണ പിടിച്ച് അവൻ നടക്കേണ്ട വഴിയിലെത്തിക്കുന്ന അപ്പനും അമ്മയും സത്യത്തിൽ ആ കുഞ്ഞിനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്, വരാവുന്ന ഒരനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുകയാണ്. പെരുവഴിയിലൂടെ നടക്കുന്ന ഒരപ്പനും അമ്മയും തൻ്റെ കുഞ്ഞിനെ സ്വതന്ത്രമായി വിടാറില്ല. ആ കുഞ്ഞിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ മാതാവോ പിതാവോ തെരുവിലൂടെ സഞ്ചരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള സംരക്ഷണമാണ്. ഈ കുഞ്ഞിന് ഒരുപാട് മോഹങ്ങൾ അപ്പോഴുള്ളിലുണ്ട്. റോഡിലൂടെ ഒന്ന് ഓടണം, വട്ടത്തിലൊന്ന് ചാടണം, വേണമെങ്കിൽ അവിടെ ഒന്ന് പരതി കളിക്കണം. കുഞ്ഞതിനു വേണ്ടി കൈ ഊരിയെടുക്കാൻ ആവത് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വിടുന്നില്ല. എന്നെ വിടാൻ വേണ്ടി കുഞ്ഞ് നിർബന്ധിക്കുകയോ ഒരുപക്ഷെ ഒച്ചയെടുക്കുകയോ ആക്രോശിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ വിടുന്നില്ല. കുഞ്ഞ് വീണ്ടും ബഹളം വെച്ച് കൈ വിടുവിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഒരു ചെറിയ നുള്ളു കൊടുക്കും. എന്നിട്ട് കുഞ്ഞ് അടങ്ങാതെ വന്നാൽ അവനെ അടിക്കും. ചിലപ്പോൾ ശക്തമായി ശാസിച്ച് വഴക്ക് പറയും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ കുഞ്ഞിന് വന്നു ഭവിക്കാവുന്ന അപകടത്തെക്കുറിച്ച് മുൻകൂട്ടി കാണാനുള്ള പിതാവിൻ്റെ മാതാവിൻ്റെ ആ കാഴ്ചയാണ്. ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ കരുതലാണ്. ഇത് കുഞ്ഞിന് ബോധ്യപ്പെടുന്നില്ല. ദൈവമക്കളെ, അപ്പോൾ ദൈവത്തിൻ്റെ ശാസനയും ദൈവത്തിൻ്റെ ശിക്ഷയും ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വ്യക്തമാണ്, ദൈവത്തിന് നിങ്ങളോടുള്ള അളന്നെടുക്കാനാകാത്ത സ്നേഹത്തിൻ്റെ വ്യക്തമായ പ്രകടനമാണ് ഈ ശാസനയും ഈ ശിക്ഷയും. ഇത് നാം തിരിച്ചറിയണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങളിത് കഴിയുമ്പോൾ വായിച്ചു നോക്കണം. ദൈവം ശാസിക്കുകയും ദൈവം ശിക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്ന് വ്യക്തമായി എബ്രായ ലേഖനകർത്താവ് വരച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ നാം തിരിച്ചറിയണം, ഈ ശാസന, ഈ ശിക്ഷ ദൈവസ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തപ്പെടലാണ്. ഇത് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ദൈവത്താൽ ശാസിക്കപ്പെട്ട 2 പേരാണ് അഹരോനും മിരിയാമും. ദൈവത്തിൻ്റെ പ്രിയഭക്തനും ദാസനുമായ മോശയ്ക്കെതിരെ അവർ കഠിനമായ വാക്കുകൾ പ്രയോഗിച്ച് മോശയെ വിഷമിപ്പിച്ചപ്പോൾ സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ ആ സംഭവമുണ്ട്. അവരെ പേര് ചൊല്ലി വിളിച്ച് ദൈവം അവരെ ശാസിക്കുന്നത് നാം കാണുന്നു. നിങ്ങൾക്കവരെ ശാസിക്കാൻ യാതൊരു കാര്യവുമില്ല. മോശ എൻ്റെ ദാസനാണ്, അവനെ ശാസിക്കാൻ വേണ്ടി വന്നാൽ ശിക്ഷിക്കാൻ എനിക്ക് കരുത്തുണ്ട്, ഞാനത് ചെയ്യും. അവനെ നിങ്ങൾ വിഷമിപ്പിച്ചത് ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് ദൈവം പറയുന്നുണ്ട്. അഹരോൻ മോശയുടെ ജ്യേഷ്ഠ സഹോദരനാണ്, മിരിയാം മോശയുടെ മൂത്ത സഹോദരിയാണ്. പ്രായം കൊണ്ട് അവർക്ക് മോശയെ ശാസിക്കാൻ അവകാശമുണ്ട്. അവർ ശാസിച്ചത് അതികഠിനമായ വാക്കുകൾ ഉപയോഗിച്ചായതുകൊണ്ട് മോശ വല്ലാതെ വേദനപ്പെട്ടു, അവൻ കരഞ്ഞു. തൻ്റെ ഭക്തൻ്റെ നൊമ്പരം കണ്ടിട്ട് ദൈവം ഇറങ്ങി ഇടപെടുകയാണ്. നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല. നിങ്ങൾക്ക് അവനെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ ഞാൻ വേണ്ടി വന്നാൽ അവനെ ശാസിക്കുമായിരുന്നു. അഹരോനെയും മിരിയാമിനെയും ദൈവം തിരുത്തുകയാണ്. അവരെ ദൈവം ശാസിച്ച് തിരുത്തുകയാണ്. മിരിയാമിനൊരു ശിക്ഷയും കിട്ടി. അവൾ കുഷ്ഠരോഗ ബാധിതയായി മാറി. എന്നാൽ മോശ അവൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് നിലവിളിച്ച് കരഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അവളെ ശുദ്ധീകരിക്കുവാൻ തീരുമാനിച്ചു. ദൈവമക്കളെ, അപ്രകാരം
ദൈവത്താൽ ശാസിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തൊരു മനുഷ്യനാണ് ദാവീദ്. ദാവീദ് തെറ്റ് ചെയ്തു എന്ന് കണ്ടപ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ പ്രവാചകനായ നാഥാനെ കൊട്ടാരത്തിൽ അയച്ചു. കൊട്ടാരത്തിലെത്തിയ പ്രവാചകൻ ദാവീദ് മഹാരാജാവിനോട് അട്ടഹസിക്കുന്നുണ്ട്. ആ പാപം ചെയ്ത മനുഷ്യൻ നീയാണ്, നീ മഹാപാപം ചെയ്തിരിക്കുന്നു, നീ കുറ്റവാളിയാണ്, നീ ചെയ്തത് നീതികേടാണ്. ശക്തമായി നാഥാൻ ദാവീദിനെ വാക്കുകൾ കൊണ്ട് ഹേമിച്ചു. അത് ദാവീദിന് വലിയ മുറിവായി മാറുകയും ദാവീദ് ഒരുപാട് നിലവിളിക്കുകയും ചെയ്തു. ആ നിലവിളി അവൻ്റെ അനുതാപമായി. അതിൽ നിന്നാണ് 51-ാം സങ്കീർത്തനം രൂപം കൊണ്ടത്. അനുതാപ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ശാസന ദാവീദിനെ തിരുത്തി. ദൈവമക്കളെ, ആരും ശാസിച്ചില്ലായിരുന്നുവെങ്കിൽ ദാവീദ് ഒരിക്കലും തൻ്റെ തെറ്റ് തെറ്റാണെന്ന് കാണുകയില്ലായിരുന്നു. ആ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയില്ലായിരുന്നു. ആ തെറ്റ് തിരുത്തുകയില്ലായിരുന്നു. ആ തെറ്റ് ആവർത്തിക്കുമായിരുന്നു. ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് അവൻ്റെ ജീവിതത്തിൽ വ്യക്തമായി ഇടപെട്ട് തൻ്റെ ദാസനായ പ്രവാചകൻ മുഖാന്തിരം ശാസിച്ച് ദാവീദിനെ തിരുത്തിയതാണ് നാം കണ്ടത്. എന്നാൽ ആ ശാസന കൊണ്ട് തീർന്നില്ല. ഇപ്രകാരം ദാവീദിന് ജനിച്ച സന്തതി ബർശേബ പ്രസവിച്ച കുഞ്ഞ് രോഗബാധിതനായി എന്ന് കണ്ടപ്പോൾ ദാവീദ് ഉപവസിച്ച് നിലവിളിച്ചു. പല ദിവസങ്ങൾ അവൻ പട്ടിണി കിടന്ന് കരഞ്ഞെങ്കിലും കണ്ണുനീരിൽ മുങ്ങിയെങ്കിലും ആ കുഞ്ഞ് മരിച്ചുപോയി. അത് ദൈവം അവൻ ചെയ്ത തെറ്റിന് കൊടുത്ത ഒരു ശിക്ഷയാണ്. സത്യത്തിൽ അവനെ ദൈവം സ്നേഹിക്കൊണ്ടാണ് ആ ബാലശിക്ഷ അവന് നൽകിയത്. അതോടുകൂടി ദാവീദിന് ജീവിതത്തിൽ വലിയ ആശ്വാസം കിട്ടി. ആ കുഞ്ഞവൻ്റെ കൺമുമ്പിൽ വളർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും അവനത് കണ്ണുനീരിന് കാരണമാകുമായിരുന്നു. അതിന് പകരം ഒരു ശിക്ഷയിലൂടെ ആ കുഞ്ഞിനെ ദൈവം എടുത്ത് തൻ്റെ സന്നിധിയിൽ വച്ചു. അത് ദാവീദിന് ആശ്വാസമായി മാറി. ചില സമയങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന ചില ശിക്ഷ അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്നൊരു സംരക്ഷണം കൂടെയാണ്. അതെന്താണെന്ന് വായിച്ചെടുക്കാൻ പലപ്പോഴും നമുക്ക് വിവേകം ഉണ്ടാകുന്നില്ല. ചിലതൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് തൻ്റെ ഭക്തനെക്കുറിച്ചുള്ള ഒരു ക്ഷേമ പദ്ധതിയാണ്. ചില ആളുകൾ നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെയാണ്. ഇത് തിരിച്ചറിയാനുള്ള ബോധമുണ്ടായാൽ മതി. അപ്പോൾ ദൈവമക്കളെ, നാം കേട്ടതും തിരിച്ചറിഞ്ഞതും ദൈവത്താൽ ശാസിക്കപ്പെടുകയും ദൈവത്താൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ളതാണ്. ആരാണ് ഭാഗ്യവാനെന്ന് വീണ്ടും ചോദിച്ചാൽ സങ്കീർത്തകൻ തുടർന്ന് പറയുന്ന മറുപടി, വേദപുസ്തകം തുടർന്ന് പറയുന്ന മറുപടി അത് വളരെ മനോഹരമാണ്. ദൈവത്തിൻ്റെ നാമനിമിത്തം ആരെങ്കിലും ദുഷിക്കപ്പെട്ടാൽ, അപമാനിക്കപ്പെട്ടാൽ ആ മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം നിമിത്തമോ ദൈവവചനം നിമിത്തമോ ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിച്ചത് നിമിത്തമോ ഒരാൾ നിന്ദിക്കപ്പെട്ടാൽ, അപഹസിക്കപ്പെട്ടാൽ, പരിഹസിക്കപ്പെട്ടാൽ ആ മനുഷ്യൻ ഭാഗ്യവാൻ. വേട്ടയാടപ്പെടുമ്പോഴും ആ മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു മേഖലയാണത്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിവക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് സമാധാനപൂർണമായ, സംരക്ഷിതമായ, ആനന്ദകരമായ ഒരു ജീവിതമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതല്ല ക്രിസ്തീയ ജീവിതത്തിൽ ലഭിക്കുക. ഇവിടെ പറഞ്ഞതാണ്, കുറേ തിരസ്കരണങ്ങളും കുറേ വേട്ടയാടലുകളും കുറേ നിന്ദപരിഹാസങ്ങളുമൊക്കെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയെ കാത്തിരിക്കുന്നത്. ഇത് ജീവിതത്തിൽ വന്ന് ഭവിക്കുമ്പോൾ അത് ഭാഗ്യമാണെന്നെണ്ണാൻ മനസ്സുള്ളവരാണ് ശരിയായ ക്രിസ്ത്യാനികൾ. നമുക്ക് ആ നിലയിലൊക്കെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പരിപോഷിപ്പിച്ചെത്തിക്കാൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അത് പരിശോധിക്കണം. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൽ 22, 23 തിരുവചനങ്ങളിൽ ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് യേശുവിൻ്റെ വാക്കുകൾ. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ നിങ്ങൾ സന്തോഷിച്ച് തുള്ളുവീൻ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വിലയേറിയതെന്ന് നിങ്ങൾ അറിയുക. ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് മനസ്സിലാകാത്തൊരു വാക്കാണ് ഈ പറഞ്ഞത്.
ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞപ്പോൾ സുഖലോലുപതയുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്നാണ് ആളുകൾ നനച്ചത്. അതാണ് ആളുകൾ അന്വേഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. അതന്വേഷിച്ചാണ് ആളുകൾ ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് കയറിയിറങ്ങുന്നത്. ഇതിനു വേണ്ടിയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഈ പറഞ്ഞ തിക്താനുഭവങ്ങളുടെ ജീവിതമാണെന്ന്, അങ്ങനെയൊക്കെ ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് വലിയ ഭാഗ്യമാണെന്നെണ്ണി നൃത്തം ചെയ്യാനാണ് കർത്താവ് പഠിപ്പിച്ചത്. ഉല്ലസിച്ച് ആർപ്പിടുവാനാണ് കർത്താവ് പറഞ്ഞത്. ഇത് ബോധ്യപ്പെട്ടവരായിരുന്നു ആദിമസഭയിലെ വിശുദ്ധ പിതാക്കന്മാരായ സഹോദരന്മാർ, രക്തസാക്ഷികളായി തീർന്ന സഹോദരന്മാർ. യേശുക്രിസ്തുവിനെ ആരാധിച്ചതിൻ്റെ പേരിൽ, സുവിശേഷം പങ്കിട്ടതിൻ്റെ പേരിൽ, സത്യസുവിശേഷം പ്രഘോഷിച്ചതിൻ്റെ പേരിൽ, വിശുദ്ധ ജീവിതത്തിൽ നിലനിന്നതിൻ്റെ പേരിൽ അവർ അതിഭയാനകമായി വേട്ടയാടപ്പെട്ടു. ക്രൂരമൃഗങ്ങൾക്ക് അവരെ ഭക്ഷണമാക്കി. മൃഗത്തോട് യുദ്ധം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു. അനേകം മൃഗങ്ങൾ കൊന്നു തിന്നു. ഇത് കണ്ട് ഒരുപാട് ആളുകൾ ആർത്ത് വിളിച്ച് ഉല്ലസിച്ച് രസിച്ചു. പക്ഷേ അങ്ങനെ മരണത്തിന് കീഴടങ്ങിയവരാരും നിലവിളിയോടും നിരാശയോടും കൂടിയല്ല മരണത്തിന് കീഴടങ്ങിയത്. ആനന്ദത്തോടും സ്തോത്രത്തോടും കൂടിയാണ് അവർ മരണത്തിന് കീഴടങ്ങിയത്. ചരിത്രത്തിലുണ്ട് ഹൃദയം നിശ്ചലമായി പോകുന്ന ചില വ്യക്തമായ രേഖപ്പെടുത്തലുകൾ. അഴിച്ചുവിട്ട ക്രൂരമൃഗങ്ങൾ ഗർഭിണികളായ സ്ത്രീകളെ സമീപിച്ച് അവരെ ദ്രംഷ്ടകൾ നീട്ടി ആക്രമിക്കാൻ ശ്രമിച്ച് കൈനഖങ്ങൾ പുറത്തേക്ക് നീട്ടി മാന്തിപ്പറിച്ചപ്പോൾ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയുടെ വയറ് വളർന്ന് ജീവനുള്ള കുഞ്ഞിൻ്റെ തല പുറത്തു വന്നപ്പോൾ ഈ ക്രൂരമൃഗം അത് കടിച്ച് കുടഞ്ഞു കൊണ്ടുപോകുമ്പോൾ പിളർന്ന വയറ് അമർത്തിപ്പിടിച്ച് ഹല്ലേലൂയ പാടിയ അമ്മ ഇന്നത്തെ മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തതാണ്. അവരവരുടെ കുഞ്ഞിനെ പ്രതി ഉല്ലസിച്ചു, അവരെ പ്രതി ഉല്ലസിച്ചു. ലോകം അവരെ വിളിച്ചു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢികളെന്ന്. എന്നാൽ സ്വർഗം അവരെ വിളിച്ചു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമെന്ന്. ദൈവമക്കളെ, ഇപ്രകാരം സഹനത്തെ ആനന്ദമാക്കി മാറ്റിയ ആ വിശുദ്ധ പിതാക്കന്മാരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, 7 മടങ്ങ് തീപിടിപ്പിച്ച തീച്ചൂളയിൽ എറിയാൻ കൊണ്ടുപോവുകയാണ് 3 ബാലന്മാരെ. അവർക്ക് ഓഫർ കൊടുക്കുന്നുണ്ട്, രാജാവ് നിർത്തിയ സ്വർണ്ണ വിഗ്രഹത്തെ നമസ്കരിച്ചാൽ അവരെ രക്ഷിക്കാം. അവർ പറഞ്ഞു, അങ്ങനത്തെ രക്ഷ വേണ്ട, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം തീച്ചൂളയിൽ ഞങ്ങളെ വിടുവിക്കാൻ മതിയായവനാണ്. ഇനി അവൻ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ അവനെ അല്ലാതെ വേറൊരാളെ ആരാധിക്കില്ല. പക്ഷേ അവർ കത്തിപ്പോയില്ല. തീച്ചൂളയിൽ അവർ ഇറങ്ങിയ കൂട്ടത്തിൽ ദൈവവും ഇറങ്ങി 4-മനായി. ആ അഗ്നിച്ചൂളയിൽ പനിമഞ്ഞ് തളിച്ച് ദൈവം അവരെ തണുപ്പിച്ച് കാത്ത് പരിപാലിച്ചു. ദൈവമക്കളെ, സിംഹങ്ങളുടെ ഗുഹയിൽ എറിയപ്പെട്ടപ്പോൾ ദാനിയേലിന് കുലുക്കമുണ്ടായില്ല, മരിക്കാൻ ഭയമുണ്ടായില്ല. പക്ഷെ മരണത്തിന് ദൈവം വിട്ടുകൊടുത്തില്ല ദാനിയേലിനെ. എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല, മരിക്കേണ്ടി വന്നു. ഭയാനകമായ പീഡനം സഹിച്ച് പോരാടി മരിക്കേണ്ടി വന്നപ്പോഴും അവർ പിന്മാറുവാൻ കൂട്ടാക്കിയില്ല. ആദിമസഭയിലെ അപ്പോസ്തലന്മാരെ ഒന്ന് വിലയിരുത്തുക. എന്തുമാത്രം പീഡന പരമ്പരകളാണ് സുവിശേഷം ചുമന്ന് തുടങ്ങിയത് മുതൽ അവർ സഹിച്ചത്. എത്ര പ്രാവശ്യമാണ് അവരെ തടവറയിൽ ബന്ധിച്ചത്, എത്ര പ്രാവശ്യമാണ് ആമത്തിൽ പൂട്ടിയത്, എത്ര പ്രാവശ്യമാണ് കാരാഗ്രഹത്തിൽ ബന്ധിച്ചത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, 1 കുറയെ 40 അടി എത്ര വട്ടമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ചമ്മട്ടി കൊണ്ടുള്ള അടി, ചാട്ടവാറ് കൊണ്ടുള്ള അടി, കല്ലേറ് കൊണ്ടു. പ്രിയപ്പെട്ടവരെ, ഇരുട്ടുമുറിയിൽ അടയ്ക്കപ്പെട്ടു. ഇതെല്ലാം സഹിക്കുമ്പോഴും ആനന്ദമായിരുന്നു. കൂടുതൽ ഉത്സാഹം അതിലൂടെ വന്ന് ഭവിക്കുകയായിരുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയും സുവിശേഷത്തിൻ്റെ പ്രകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെ പ്രതിയും പീഡകൾ സഹിക്കേണ്ടി വന്നപ്പോൾ അത് ഭാഗ്യമെന്നെണ്ണിയവർ ഭാഗ്യവാന്മാർ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് മനസ്സിലാകുകയില്ലല്ലോ. നമ്മൾ ഭാഗ്യമന്വേഷിക്കുന്നത് ഇങ്ങനെയുള്ള മേഖലകളിലല്ലല്ലോ. നാം ഭാഗ്യവാന്മാരെ തേടുന്നത് ഈ ലോകത്തിൻ്റെ സുഖലോലുപത അനുഭവിക്കുന്നവരുടെ ഇടയിലാണല്ലോ. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, ആഡംബര ജീവിതത്തിൻ്റെ നെറുകയിലെത്തുമ്പോൾ, ഏക്കർ സെൻറ്റുകൾ വർദ്ധിക്കുമ്പോൾ, ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ, ഒരുപക്ഷെ വിദേശത്തും സ്വദേശത്തുമായി അനേകം വീടുകൾ സ്വന്തമാകുമ്പോൾ,
ഒരുപാട് പേർ വിചാരിക്കുന്നു ഇതൊക്കെയാണ് ഭാഗ്യമെന്ന്. ഇതൊക്കെ ഒരാളുടെ സ്വന്തമായി തീർന്നിട്ട് ആ ആൾക്ക് സ്വർഗം സ്വന്തമാകാതെ പോയാൽ, സ്വർഗത്തിൻ്റെ കവാടം കടക്കാൻ കഴിയാതെ പോയാൽ ആ ആൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഭാഗ്യവാനായിത്തീരുന്നത്? നിശ്ചയം അയാൾ നിർഭാഗ്യവാനായിരിക്കും. തർക്കമില്ല, അയാൾ നിർഭാഗ്യവാനായിരിക്കും. എന്നാൽ യഥാർത്ഥ ഭാഗ്യവാനാകുവാൻ ഈ സഹനങ്ങളിലൂടെ കടന്ന് സ്വർഗത്തെ സ്വന്തമാക്കണം. ലോകത്തിൻ്റെ കൺമുമ്പിൽ ലോകരായ മനുഷ്യർ എത്ര വലിയ ഭാഗ്യവാനെന്ന് ആരെ പുകഴ്ത്തിയാലും അവരാരും യഥാർത്ഥ ഭാഗ്യമുള്ളവരായിത്തീരുന്നില്ല. ഞാൻ ഭാഗ്യവാനാണെന്നും ഭാഗ്യവതിയാണെന്നുമൊക്കെ ലോകത്തിൻ്റെ ഇമ്പസുഖങ്ങളിൽ നിറഞ്ഞ ആളുകളിൽ പലർക്കും തോന്നുന്നുണ്ടാകാം. എന്നാൽ യഥാർത്ഥത്തിൽ അവരാരുമല്ല പ്രിയപ്പെട്ടവരെ ഭാഗ്യമുള്ളവർ. കർത്താവിനെ കണ്ടെത്തിയവർ, കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തവർ, കർത്താവിനെ പ്രതി ഈ ലോകത്ത് സഹിക്കുന്നവർ, സ്വർഗരാജ്യത്തെ പ്രതി ഒരുപാട് പോരാട്ടം പേറുന്നവർ, നിത്യതയിൽ മനസ്സുറപ്പിച്ചവർ, കർത്താവിന് വേണ്ടി ജീവിതം ഒരുക്കുന്നവർ, അവരാണ് ഭാഗ്യമുള്ളവർ. അതിനവർ വലിയ വില കൊടുക്കുന്നുണ്ട്, വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഈ വക സമർപ്പണത്തിന് നാം തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം വിജയകരമായി തീരുന്നത്. അല്ലാഞ്ഞാൽ ദൈവമക്കളെ, നാം തികഞ്ഞ പരാജയമാണ്. ഇനിയെങ്കിലും നാം ബോധ്യപ്പെട്ട് തിരുത്തുക. ലോകവും ലോകത്തിലുള്ളതും നമ്മുടെ സ്വന്തമാകുമ്പോഴല്ല, ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ നമ്മെക്കുറിച്ച് നല്ലത് പറയുമ്പോഴല്ല, അവർ വിടക്കെന്ന് എണ്ണി തള്ളുമ്പോഴാണ്. ചുറ്റും നിൽക്കുന്ന ആളുകൾ നമ്മളെ പുകഴ്ത്തിപ്പാടുമ്പോഴല്ല, അവർ യേശുവിൻ്റെ നാമത്തിൽ നമ്മെ ദുഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി, ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ ഭാഗ്യവാനായി മാറുന്നത്. ഈ നാളുകളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ജന്മം കൊണ്ട് ക്രിസ്ത്യാനികളായിരുന്നില്ലെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ജീവിതം വെച്ച ഒരുപാട് പേർ ഒരുപാട് ദുഷിക്കപ്പെട്ടും ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടും വലിയ ആനന്ദത്തോടെ ഭാഗ്യമെന്ന് എണ്ണി ജീവിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികളായി ജനിച്ച ഒരുപാട് പേര് ഇന്ന് ലോകത്തിൻ്റെ പുകഴ്ച തേടി ഓടുകയാണ്. ലോകം വിമർശിക്കുന്നത് കേൾക്കാൻ പലർക്കും ഒട്ടും മനസ്സില്ല, അവർക്കത് സഹിക്കാനേ കഴിയുന്നില്ല. തിരുത്തപ്പെടലാണ് ദൈവമക്കളെ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 11-12 തിരുവചനങ്ങളിൽ തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് പറയുന്നു, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ ചെയ്യാത്ത തെറ്റ് നിങ്ങളുടെ മേൽ ആരോപിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത ദൂഷ്യങ്ങൾ പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിനെന്ന് വീണ്ടും പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മൊത്തത്തിൽ ഇവിടെ തിരിച്ചറിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ സത്യത്തെ പ്രതിയോ സത്യത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പിനെ പ്രതിയോ ഈ ലോകം നിങ്ങൾ ദുഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യമുള്ളവർ. യേശുവിൻ്റെ നാമം പ്രഘോഷിച്ചതിന് പേരിൽ ആരെങ്കിലും നിങ്ങൾ നിന്ദിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യമുള്ളവർ. സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിക്കുകയാണെന്ന്. ആ പ്രതിഫലം വർദ്ധിക്കുന്നതിൻ്റെ സിദ്ധാന്തം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആരെയെങ്കിലും കാരണം കൂടാതെ ആക്ഷേപിച്ചാൽ ഈ ആക്ഷേപണം ഉന്നയിച്ചവൻ്റെ സകല സുഹൃതങ്ങളും അവനിൽ നിന്ന് എടുത്ത് ആക്ഷേപിക്കപ്പെട്ടവന് ദൈവം കൊടുക്കും. അങ്ങനെയാണ് പ്രതിഫലം വർദ്ധിക്കുന്നത്. ആക്ഷേപിക്കപ്പെട്ട വ്യക്തിക്ക് ഏതെങ്കിലും ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ എടുത്ത് അയാളുടെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചവർക്ക് കൊടുക്കും. ആക്ഷേപം പറഞ്ഞവർക്ക് 2 നഷ്ടം. അവരുടെ അനുഗ്രഹം മറ്റൊരാൾക്ക് പോയി, അവരുടെ ശിക്ഷ ഇവരിലേക്ക് തിരിച്ചു വന്നു. ആക്ഷേപിക്കപ്പെട്ടവർക്ക് 2 ലാഭം. ശിക്ഷ ഒഴിഞ്ഞുപോയി, മറ്റൊരാൾക്ക് അവകാശപ്പെട്ട അനുഗ്രഹവും കൂടെ കിട്ടി. അതുകൊണ്ട് യേശുവിനെ പ്രതി, യേശുവിൻ്റെ നാമത്തെ പ്രതി, യേശുവിൻ്റെ സുവിശേഷത്തെ പ്രതി ലജ്ജിക്കേണ്ടി വന്നാൽ ആരും വിഷമിക്കേണ്ട, അത് വലിയ ഭാഗ്യമാണ്. 2 ചിന്തകൾ പറഞ്ഞല്ലോ. ദൈവത്താൽ ശാസിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഭാഗ്യം, അതുപോലെ തന്നെ ദൈവനാമത്തിൽ ദുഷിക്കപ്പെടുമ്പോൾ ഭാഗ്യം. ഈ മഹാഭാഗ്യം ജീവിതത്തിൽ സ്വീകരിച്ച് നമ്മുടെ ജീവിതം എന്നും ഭാഗ്യത്തിൻ്റെ അവസ്ഥയിൽ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പിച്ച് പരാതിയും പരിഭവവും കൂടാതെ
ആധ്യാത്മിക വിജയം നേടാൻ നാം എല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ആരാണ് ഭാഗ്യവാനെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അവിടുന്ന് വീണ്ടും ഞങ്ങളെ കേൾപ്പിക്കുകയായിരുന്നല്ലോ. കർത്താവെ, അവിടുന്ന് ശാസിക്കുകയും അവിടുന്ന് ശിക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന്. ഒപ്പം കർത്താവിൻ്റെ നാമനിമിത്തം ദൂഷിക്കപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന്. ദൈവമേ, നീ ഞങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ സന്ദേശം പകർന്നു തന്നല്ലോ. ഈ കേട്ട വചനം ഉള്ളിൽ സ്വീകരിച്ച് ദൈവമേ, ഞങ്ങൾ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, ശാസിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പരിഭവം പറയാതെ ആനന്ദിച്ചാർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഒപ്പം ആരെയും ദുഷിക്കാതെ പരിഹസിക്കാതെ വിശുദ്ധിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. വിനയപൂർവ്വം അടിയങ്ങളെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Maria.